നമ്മുടെ പറമ്പിൽ കുറേ വെണ്ടച്ചെടികളുണ്ട്. ഇത് കാട്ടു വെണ്ടയ്ക്കയാണോ നല്ല വെണ്ടയ്ക്കയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് അവിടെ ഇവിടെ എല്ലാം അങ്ങ് കിളിച്ച് വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ. തോരൻ വെക്കാനും മെഴുക്കുവരട്ടി വെക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷേ അത് നമ്മൾ മൂക്കുന്നതിന് മുമ്പ് പറിക്കണം. അങ്ങനെ ഇന്ന് മൂക്കാത്ത കുറേ വെണ്ട നോക്കി എടുത്ത് പറിച്ചു. നാലഞ്ചെണ്ണേ കിട്ടിയുള്ളൂ. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് തോരൻ വെക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അങ്ങനെ പിന്നെ ഇത് പകുതി ഇങ്ങനെ മൂത്തതാണ്. നമുക്ക് മുറിക്കാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. അത് വേവുമെന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ മൂത്ത എല്ലാം അങ്ങ് മാറ്റിയിട്ട് ബാക്കി അങ്ങ് തോരന് വേണ്ടി മുറിച്ച് വെച്ചു. അപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ബീഫും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഉപ്പും വെള്ളവും മഞ്ഞളും ഒക്കെ ഇട്ട് കഴുകി അടുപ്പിലോട്ടങ്ങ് വേവിക്കാൻ വെച്ചു. അതിനിപ്പോൾ ഒരു 8 വിസിലൊക്കെ വേണമല്ലോ വേവാൻ വേണ്ടി. പിന്നെ തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ തോരന് ജസ്റ്റ് കുറച്ച് സവാളയും തേങ്ങയും ഉപ്പും മഞ്ഞളും ഇട്ടങ്ങ് കടുക് വറുത്ത് വെക്കത്തേ ഉള്ളൂ. പെട്ടെന്നങ്ങ് വെന്ത് കിട്ടുമല്ലോ. അധികം വേവൊന്നുമില്ലല്ലോ. ജസ്റ്റ് അടച്ച് വെച്ച് 2-3 തവണ ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോഴേക്കും അതങ്ങ് വെന്ത് കിട്ടും. അങ്ങനെ പിന്നെ പെട്ടെന്ന് തോരനുമായി. പിന്നെ കുറച്ച് മോരുകറി വെക്കണമായിരുന്നു. മോരുകറിക്ക് ഇതുപോലെ സവാളയല്ല കൊച്ചുള്ളിയാണ് ഉപയോഗിക്കുന്നത്. കൊച്ചുള്ളിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി. അപ്പം ഈ 3 കൂടി ഇട്ട് അങ്ങ് കടുക് വറുത്ത് ഇളക്കി ഉലുവപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ. ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും മുളക് പൊടിയും. ഈ കായപ്പൊടിയും മുളക് പൊടിയും ഞാൻ ഇപ്പോഴാണ് ഇടാൻ തുടങ്ങിയത്. വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നു മുളക് പൊടി ഇട്ടാൽ നല്ല കളർ വരുമെന്ന് മോര് കറിക്ക്. പിന്നെ കായപ്പൊടി ഇട്ടാൽ ഒരു ടേസ്റ്റും വരുമല്ലോ. അങ്ങനെ പിന്നെ ഇത് രണ്ടും ഇടാൻ തുടങ്ങി. അല്ലാതെ സാധാരണ ഞങ്ങളുടെ അവിടെ ഒന്നും അങ്ങനെ ഇടാറില്ല. മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടാറുള്ളൂ. അങ്ങനെ പിന്നെ അപ്പോഴത്തേക്ക് പിന്നെ ലഞ്ചൊക്കെ റെഡിയായി. പെട്ടെന്ന് എല്ലാം റെഡിയായി. ഞങ്ങളെല്ലാം കഴിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ അച്ഛന് ഉച്ചക്കത്തേക്ക് കപ്പ മതി തോന്നി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കപ്പയൊക്കെ കഴിച്ച് എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചു.